നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ജയലളിതയുടെ അസാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി കസേര കൈപ്പിടിയിലൊതുക്കാനുള്ള ശശികലയുടെ മോഹങ്ങളാണ് സുപ്രീം കോടതി വിധി തകർത്തത്. നിയമസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനിടെ വന്ന കോടതി വിധി അക്ഷരാർത്ഥത്തിൽ ശശികല ക്യാമ്പിനെ ഞെട്ടിച്ചു. വാർത്തയറിഞ്ഞ് അവരുടെ അണികൾ പൊട്ടിക്കരഞ്ഞു. തമിഴകത്ത് ഗവർണർ വിദ്യാസാഗർ റാവു എടുത്ത നിലപാടിന്റെ ശക്തിയാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. ശശികലയ്ക്ക് ഇനി അടുത്ത കാലത്തൊന്നും അധികാര കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ കോടതിയുടെ വിധി സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. 4 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മാത്രം പോരാ ശശികലയ്ക്ക്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 6 വർഷം തെരഞ്ഞെടുപ്പ് വിലക്കും ശശികലയ്ക്ക് നേരിടേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ 10 വർഷത്തേക്ക് ശശികല തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. ഇതോടെ കോടതി വിധിയിൽ ലോട്ടറി അടിച്ചത് പനീർശെൽവത്തിനാണ്. ഉടൻ തന്നെ ശശികലയും മറ്റു പ്രതികളും വിചാരണ കോടതിക്ക് മുന്നിൽ കീഴടങ്ങണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. 4 ആഴ്ചത്തെ സമയമാണ് ഇതിനായി കോടതി അനുവദിച്ചിരിക്കുന്നത്. അതായത് ശശികല ഇനി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഉറപ്പ്. മരണത്തിലൂടെ ജയലളിത ശരിക്കും രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ. അല്ലാത്തപക്ഷം ജയലളിതയ്ക്ക് വീണ്ടും അധികാരമൊഴിഞ്ഞ് ജയിലിൽ പോകേണ്ടി വന്നേനെ. ശശികലയ്ക്കെതിരായ കോടതി വിധിയോടെ പാർട്ടി കൈയടക്കാൻ പനീർശെൽവത്തിന് കഴിയുമെന്ന് ഉറപ്പാണ്. ജയലളിത ജയിലിൽ പോയ സന്ദർഭങ്ങളിലെല്ലാം തമിഴകത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ആളാണ് പനീർശെൽവം. ജയലളിത മരിച്ചപ്പോഴും മുഖ്യമന്ത്രി കസേരയിലെത്തി. ഇനിയിതാ 4ാമതും പനീർശെൽവത്തിന് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി കസേര. എന്നാൽ ജയിലിലായാലും അധികാരം വിട്ടു നൽകാൻ ശശികല തയ്യാറാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. തനിക്ക് പകരം മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച് പനീർശെൽവത്തെ വെട്ടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗവർണറുടെ തീരുമാനമായിരിക്കും നിർണായകമാകുക. നിയമസഭ വിളിച്ചു ചേർത്ത് ഭൂരിപക്ഷം തെളിയിക്കാൻ പനീർശെൽവത്തോട് ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.